وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബനു ഇസ്രായേലിൽപ്പെട്ട മൂന്നാളുകൾ, ഒരാൾ കുഷ്ഠരോഗിയാണ്, മറ്റൊരുവൻ അന്ധനാണ്, മറ്റൊരുവൻ തലയിൽ കഷണ്ടി ബാധിച്ചവനാണ്, കുടിയില്ലാത്തവനാണ്. ആ മൂന്നുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. ഫബഅത ഇലൈഹിം മലകൻ, അങ്ങനെ ആ മൂന്നാളുടെ അടുത്തേക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ അയച്ചു. ഫാത അബ്റസ്, അങ്ങനെ കുഷ്ഠരോഗിയായ ഒരുവന്റെ അടുത്തേക്ക് ആ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഫഅയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? അയാൾ പറഞ്ഞു, ലൗനുൻ ഹസൻ വജിൽദുൻ ഹസൻ. കുഷ്ഠരോഗിയായവൻ പറഞ്ഞു, നല്ല നിറവും നല്ല തൊലിയും ശരീരത്തിന്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ രോഗം ഭേദമാക്കി ഏറ്റവും നല്ല തൊലിയും ഏറ്റവും നല്ല നിറവും അവന് നൽകി. എന്നിട്ട് ആ മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ്? അവൻ പറഞ്ഞു, അലിബൽ, ഒട്ടകമാണ്. അങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണൊട്ടകത്തെ അല്ലാഹു തആല അവന് നൽകി. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീഹാ, നിനക്ക് നൽകപ്പെട്ടതിൽ അല്ലാഹു തആല നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ മലക്ക് രണ്ടാമതായി കൊണ്ട് കഷണ്ടി ബാധിച്ചവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഫഅയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? അവൻ പറഞ്ഞു, ഷഅറുൻ ഹസൻ, നല്ല മുടി, ഏറ്റവും നല്ല മുടിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അവൻ ഏറ്റവും നല്ല മുടി നൽകി അവനെ കഷണ്ടി മാറ്റി. എന്നിട്ട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് എന്താണ്, സമ്പത്ത് എന്താണ്? അവൻ പറഞ്ഞു, അൽ ബഖർ, പശുവാണ്. അങ്ങനെ ഗർഭിണിയായിട്ടുള്ള പശുവിനെ അല്ലാഹു തആല അവന് നൽകി. മൂന്നാമതായി കൊണ്ട് അന്ധനായവന്റെ അടുത്തേക്ക് മലക്ക് ചെന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഫഅയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ്? അവൻ പറഞ്ഞു, അൻ യറുദ്ദല്ലാഹു ഇലയ്യ ബസരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു നൽകണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാഴ്ച തിരിച്ചു നൽകി. എന്നിട്ട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്താണ്? അവൻ പറഞ്ഞു, അൽ ഗനം, ആടുകളാണ്. അങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഒരു ആടിനെ അവന് അല്ലാഹു തആല നൽകി. അങ്ങനെ മലക്ക് പിരിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പ്രകാരം ആ ഒട്ടകവും അതുപോലെ തന്നെ പശുവും ആടും പ്രസവിച്ചു. ഒരു താഴ്വര മുഴുവനും ഒട്ടകങ്ങൾ, അതുപോലെ ഒരു താഴ്വര മുഴുവനും പശുക്കളും, ഒരു താഴ്വര മുഴുവനും ആടുകളും. അങ്ങനെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നരായി തീർന്ന ആ മൂന്ന് പേരും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകൾക്ക് അവർ നന്ദി കാണിക്കുന്നവരാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആ മലക്കിനെ ഒന്നാമതായി കൊണ്ട് കുഷ്ഠരോഗിയായിരുന്ന ഒരുവന്റെ അടുത്തേക്ക് അയച്ചു. കുഷ്ഠരോഗിയുടെ രൂപത്തിൽ ആ മലക്ക് ചെന്നു. അവനോട് പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, മുസാഫിറാണ്. യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി താങ്കളുടെ ഒട്ടകത്തിൽ നിന്ന് ഒരു ഒട്ടകത്തെ എനിക്ക് തരണം. താങ്കൾക്ക് ഈ ഒട്ടകങ്ങൾ നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ആ മലക്ക് അവനോട് പറയുകയാണ്, ഈ ഒട്ടകങ്ങളെ നൽകിയിട്ടുള്ളവൻ തന്നെയാണ് സത്യം. എന്റെ യാത്ര പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, പിന്നീട് താങ്കൾ ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരൊട്ടകത്തെ എനിക്ക് തരണം. താഴ്വര മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ഒട്ടകം, ആ ഒട്ടകങ്ങളിൽ നിന്ന് ഒരൊട്ടകത്തെ മാത്രമാണ് ആ മലക്ക് ചോദിച്ചത്. സമ്പത്തിൽ നിന്നൊന്നും കുറഞ്ഞു പോകുന്നില്ല. പക്ഷേ അവൻ പറഞ്ഞു, അൽ ഹുഖൂഖു കസീറ, എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട്, അതുകൊണ്ട് തരാൻ സാധിക്കുന്നത്. പിന്നീട് ആ മലക്ക് അവൻ ഓർമ്മപ്പെടുത്തുകയാണ്, നീ കുഷ്ഠരോഗിയായിരുന്നില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കുഷ്ഠരോഗം മാറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ സമ്പത്തെല്ലാം നൽകി, ഒട്ടകങ്ങൾ നൽകി. പക്ഷെ അവൻ അതിനെ നിഷേധിച്ചു. അല്ല, ഇതെനിക്ക് എന്റെ അനന്തരാവകാശമായി കൊണ്ട് എന്റെ പിതാക്കന്മാരിൽ നിന്ന്, പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതാണ്. ആ അനുഗ്രഹത്തെ അവൻ നിഷേധിച്ചു കളഞ്ഞു. എന്നിട്ട് ആ മലക്ക് പറയുകയാണ്, നീ പറഞ്ഞത് കളവാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മുമ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നു അവസ്ഥയിലേക്ക് നിന്നെ മാറ്റിക്കളയട്ടെ. അങ്ങനെ ആ മലക്ക് രണ്ടാമതായി കൊണ്ട് കഷണ്ടി ബാധിച്ചവനായ ആ പശുക്കളെ ഉടമപ്പെടുത്തി അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്, യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു പശുവിനെ ഈ പശുക്കളിൽ നിന്ന് എനിക്ക് തരണം. അതുപോലെ തന്നെ അവൻ ആവർത്തിച്ചു, അൽ ഹുഖൂഖു കസീറ, എനിക്ക് ധാരാളം ബാധ്യതകളുണ്ട്. ഈ പശുക്കളെ എനിക്ക് അവകാശമായി കൊണ്ട് ലഭിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ നിഅമത്തിനെ നന്ദികേട് കാണിച്ചവർ അനുഗ്രഹത്തിൽ. അങ്ങനെ മലക്ക് പറഞ്ഞു, നീ പറഞ്ഞത് കളവാണെങ്കിൽ നീ മുമ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ മാറ്റിക്കളയും. മൂന്നാമതായി കൊണ്ട് അന്ധനായിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച നൽകിയ വ്യക്തിയുടെ അടുത്തേക്ക് മലക്ക് ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ യാത്രക്കാരനാണ്. മലക്ക് പറഞ്ഞു, യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിന്റെ ആടുകളിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തരണം. അവൻ പറയുകയാണ്, ഞാൻ അന്ധനായിരുന്നു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാഴ്ചയെ തിരിച്ചു നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗ്ഗത്തിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന അത്രയും ആടുകളെ താങ്കൾ എടുത്തുകൊള്ളുക, ഒരിക്കലും ഞാൻ അതിനെ തടയുന്നതല്ല എന്ന് അവൻ പറഞ്ഞപ്പോ മലക്ക് പറയുകയാണ്, നിന്റെ സ്വത്ത് നീ തന്നെ സൂക്ഷിച്ചുകൊള്ളുക, തീർച്ചയായും നീ പരീക്ഷിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയും റളിയല്ലാഹു അൻക വസഖിത അലാ സാഹിബൈക, നിന്റെ കാര്യത്തിൽ അല്ലാഹു തആല തൃപ്തിപ്പെടുകയും എന്നാൽ നിന്റെ രണ്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുകയും ചെയ്തിരിക്കുന്നു. ആരാണോ ആ നിഅമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശുക്ർ കാണിച്ചത്, നന്ദി കാണിച്ചത്, ആ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിലനിർത്തി കൊടുത്തു. എന്നാൽ അല്ലാഹു നൽകിയ നിഅമത്തുകളോട് നന്ദി കേട് കാണിച്ചവൻ ആ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് ആരാണോ ശുക്ർ ചെയ്യുന്നത്, ആ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കും, അതേസമയം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതുമാണ്. വയതഅദന റബ്ബുക്കും ഇൻ ശകർതും ലഅസീദന്നകും വഇൻ കഫർതും വഇൻ അദാബി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തുകൾക്ക് ആര് നന്ദി കാണിച്ചുവോ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തുകളെ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. അതിനോട് കുഫ്ർ കാണിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസാബിന് ഭയപ്പെടേണ്ടതുണ്ട്. വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ് ثم
إذا مسكم الضر فإليه تجأرون